ഓം നമോ ഭഗവതേ വാസുദേവായ. ഹരിമുരളീരവത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ. ഇന്ന് നമുക്ക് 9ഉം 10ഉം ശ്ലോകങ്ങൾ പഠിക്കാം. ശ്രീമന് നാരായണീയം ദശകം 61 വിപ്രപത്ന്യനുഗ്രഹം ശ്ലോകം 9. ആദായ ഭോജ്യാന്യനുഗൃഹ്യതാ പുനസ്ത്വദംഗസംകസ്പൃഹയോച്ഛതീർഗൃഹം വിലോക്യ യജ്ഞായ വിസർജയന്നിമാശ്ചകർത്ഥ ഭർതൃനപിതാ സ്വഗർഹണാൻ. നമുക്കിതിലെ വാക്കുകൾ പിരിച്ചിട്ട് അതിൻ്റെ അർത്ഥം നോക്കാം. ആദായ ഭോജ്യാന്യനുഗൃഹ്യ താ പുനഃ ത്വത് അംഗ സംഗ സ്പൃഹയോഞ്ഛതീർ ഗൃഹം വിലോക്യ യജ്ഞായ വിസർജയൻ ഇമാ ചകർത്ത ഭർതൃൻ അപി താസ്വഗർഹണാൻ. നമുക്കിതിലെ വാക്കുകളുടെ അർത്ഥം നോക്കാം. ഭോജ്യാനി ആഹാര സാധനങ്ങൾ, ആദായ എടുത്തിട്ട്, താ അവരെ, അനുഗൃഹ്യ അനുഗ്രഹിച്ചിട്ട്, പുനഃ പിന്നീട്, ഇമാം ഇവരെ, ത്വദംഗസംഗ സ്പൃഹയ അങ്ങയുടെ അംഗസ്പർശനത്തിൽ ആഗ്രഹമുള്ളതുകൊണ്ട്, ഗൃഹം വീടും ഭർത്താക്കന്മാരെയും, ഉച്ഛതി ഉപേക്ഷിച്ചവരായി, വിലോക്യ കണ്ടിട്ട്, യജ്ഞായ യാഗത്തിന്, വിസർജയൻ അയച്ചിട്ട്, ഭർതൃൻ ഭർത്താക്കന്മാരെ, താസു അവരിൽ, അഗർഹണാനപി അവജ്ഞയില്ലാത്തവരാക്കി, ചകർത്ത തീർത്തു. നമുക്കിതിലെ അക്ഷരങ്ങളൊന്ന് നോക്കാം. ആദായ ഭോജ്യാനി അനുഗൃഹ്യ അത് ചേർത്തിട്ട് ഭോജ്യാനനുഗൃഹ്യ. ഭോ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയാനുള്ളതാണ്. താ അവിടെ വിസർഗം നീട്ടിയിട്ട് വിസർഗം. പുന ത്വത് അംഗ സംഗ സ്പൃഹയോഞ്ഛതീർ ചേർത്ത് ചൊല്ലുമ്പോൾ പുനസ്ത്വദംഗ സംഗ സ്പൃഹയോഞ്ഛതീർ. ഛ എന്നുള്ളത് ശ്രദ്ധിച്ചോളൂ. ഛഷം എന്നൊക്കെയുള്ളതിലത്തെ ഛ എന്നാണ്. ഗൃഹം വിലോക്യ യജ്ഞായ ജ ജ്ഞ എന്നാണ് ജ്ഞ എന്നുള്ളത്. യജ്ഞായ വിസർജയൻ ഇമാ ച കർത്ഥ ചേർത്ത് ചൊല്ലുമ്പോൾ ശ്ച എന്ന് വരും. വിസർജയന്നിമാശ്ചകർത്ഥ ഥ എന്നുള്ളതിൻ്റെ ഥ എന്ന് നന്നായിട്ട് ഊന്നി പറയണം. ഭർതൃൻ അപി ചേർത്ത് ചൊല്ലുമ്പോൾ ഭർതൃനപി അങ്ങനെ വരും. ഭർതൃനപി എന്നാണ്. ഭ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയാനുള്ളതാണ്. താ സ്വഗർഹണാൻ സ്വഗർഹണാൻ ചേർത്തിട്ട് സ്വഗർഹണാൻ. ഇവിടെ ശ്രദ്ധിക്കാനുള്ളത് ഭർതൃ എന്നുള്ള ഈ വാക്ക് ഭർതൃൻ അപി എന്നാണ്. നമ്മൾക്കത് എഴുതുമ്പം തൃന്ന് നീട്ടാൻ പറ്റില്ല. അതുകൊണ്ട് ത്രൂ എന്നാണ് എഴുതിയിട്ടുണ്ടാവുക. ഭർതൃനപി. പക്ഷെ നമ്മളത് ഉച്ചരിക്കുമ്പോൾ ഭർതൃനപി അങ്ങനെ നീട്ടി പറയുമ്പോൾ തൃ എന്നാണ് പറയേണ്ടത്. എഴുതിയത് ത്രൂ എന്നാണെങ്കിലും അങ്ങനെയാണ് ഉച്ചരിക്കേണ്ടത്. ആദായ ഭോജ്യാന്യനുഗൃഹ്യതാ പുനസ്ത്വദംഗസംഗസ്പൃഹയോച്ഛതീർഗൃഹം വിലോക്യ യജ്ഞായ വിസർജയന്നിമാശ്ചകർത്ഥ ഭർതൃനപിതാ സ്വഗർഹണാൻ. അടുത്തത് 10ാമത്തെ ശ്ലോകം. നിരൂപ്യദോഷം നിജമംഗനാജനേ വിലോക്യ ഭക്തിം ച പുനർവിചാരിഭിഃ പ്രബുദ്ധതത്വൈസ്ത്വമഭിഷ്ടുതോ ദ്വിജൈർമരുത്പുരാധീശ നിരുന്ധിമേഗദാൻ.
നമുക്ക് ഈ ശ്ലോകം പിരിച്ചിട്ട് അതിൻ്റെ അർത്ഥം നോക്കാം. നിരൂപ്യ ദോഷം നിജം അങ്കനാജനെ വിലോക്യ ഭക്തിം ച പുനർ വിചാരിഭി പ്രബുദ്ധ തത്വൈ സ്ത്വം അഭിഷ്ടുതോ ദ്വിജൈർ മരുത്പുരാധീശ നിരുന്ധി മേ ഗദാൻ. നമുക്കിതിലെ വാക്കുകളുടെ അർത്ഥം നോക്കാം. പുനഃ ബ്രാഹ്മണ സ്ത്രീകൾ മടങ്ങിപ്പോയി യാഗം അവസാനിച്ചതിനു ശേഷം വിചാരിഭി നല്ല പോലെ ചിന്തിച്ചവരും പ്രബുദ്ധ തത്വൈ തത്വം നല്ല പോലെ അറിഞ്ഞവരും ദ്വിജൈ ബ്രാഹ്മണരാൽ നിജം തൻ്റെ ദോഷം ഭഗവത് ഭക്തിയില്ലാത്ത ന്യൂനത നിരൂപ്യ ചിന്തിച്ചു അങ്കനാജനെ ഭാര്യമാരിൽ ഭക്തിം കൃഷ്ണഭക്തി വിലോക്യ ച കണ്ടറിഞ്ഞും അഭിഷ്ടുത സ്തുതിക്കപ്പെട്ടവനായ ത്വം അങ്ങ് മരുത്പുരാധീശ ഗുരുവായൂരപ്പ മേ എൻ്റെ ഗദാൻ നിരുന്ധി രോഗങ്ങളെ മാറ്റിയാലും. നമുക്കിതിലെ അക്ഷരങ്ങളൊന്ന് നോക്കാം. നിരൂപ്യ ദോഷം നിജം അങ്കനാജനെ ചേർത്തിട്ട് നിജമങ്കനാജനെ വിലോക്യ ഭക്തിം ഭ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. ത എന്നുള്ളത് കാത്ത എന്നാണ്. ഭക്തിം ച പുനർവിചാരിഭി അവിടെ വിസർഗം. ഭി എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. പ്രബുദ്ധ തത്വൈ സ്ത്വം അഭിഷ്ടുതോ ചേർത്തിട്ട് പ്രബുദ്ധ തത്വൈ സ്ത്വം അഭിഷ്ടുതോ. പ്രബുദ്ധ എന്നുള്ളതിൻ്റെ താന്ന് നന്നായിട്ട് ഊന്നി പറയണം. തത്വൈ സ്ത്വം അഭിഷ്ടുതോ ഭി എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയാനുള്ളതാണ്. ഷ്ടു എന്നുള്ളത് മൃദുവായിട്ട് പറഞ്ഞാൽ മതി. ദ്വിജൈർ മരുത്പുരാധീശ ചേർത്തിട്ട് ദ്വിജൈർമരുത്പുരാധീശ. ദ്വി നവള ചിഹ്നം ശ്രദ്ധിച്ചോളൂ. മരുത്പുരാധീശ ചേർത്ത് ചൊല്ലുമ്പോൾ മ എന്ന് 2 മാന്ന് വേണം. പുരാധീശ ധീ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. നിരുന്ധി നാഥ എന്നാണ് നന്നായിട്ട് ഊന്നി പറയണം. മേ ഗദാൻ ഗദാൻ. നിരൂപ്യ ദോഷം നിജമങ്കനാജനെ വിലോക്യ ഭക്തിം ച പുനർവിചാരിഭി പ്രബുദ്ധ തത്വൈ സ്ത്വമഭിഷ്ടുതോ ദ്വിജൈർമരുത്പുരാധീശ നിരുന്ധി മേ ഗദാൻ. ഹരിനാരായണ ഗോവിന്ദ ജയ നാരായണ ഗോവിന്ദ. ഹരിനാരായണ ജയ നാരായണ ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ.